സാംസ്കാരിക സംഗീത വേദിയിലെ പ്രവർത്തകനാണ് ഞാൻ. ജയരാജ് വാര്യർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം, ട്രഷറർ മിസ്റ്റർ മാധു and Mr. Executive Committee Member Mr. P.N. Devdas. ഗീതം സംഗീതം എന്ന ഞങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മ രൂപീകൃതമായിട്ട് 10-ാം വർഷമാണ്. 10 വർഷത്തിനിടയിൽ ഒട്ടനവധി സംഗീത പരിപാടികൾ വളരെ പ്രഗത്ഭരായ ചലച്ചിത്ര രംഗത്ത്, സംഗീത രംഗത്ത് കവികളെയും സംഗീത സംവിധായകരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് കുറെ കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 7-ാം വർഷത്തിലാണ് ആദ്യത്തെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു അവാർഡ് കൊടുത്തത്. അത് 2023 മലയാളത്തിന്റെ ഭാവഗായകൻ മരിച്ചുപോയി നമ്മുടെ പി ജയചന്ദ്രൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആളായിരുന്നു, അറിയാമല്ലോ. അദ്ദേഹത്തിനാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ 3 വർഷം കൂടുമ്പോഴാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഈ വർഷം നമ്മൾ നൽകുന്നത് ദേശീയ തലത്തിൽ, അതായത് 6 ദേശീയ അവാർഡ് നേടിയ, 18 കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് നേടിയ, 10-ലധികം തമിഴ്നാട് ഗവൺമെന്റിന്റെയും ആന്ധ്ര ഗവൺമെന്റിന്റെയും കന്നഡ ഭാഷയിലും ഒറിയ ഭാഷയിലും മഹാരാഷ്ട്ര ഭാഷയിലുമൊക്കെ ഒട്ടനവധി അവാർഡുകൾ നേടിയ, പത്മശ്രീ വിശേഷം പത്മഭൂഷൺ ബഹുമതി കൊടുത്ത് രാഷ്ട്രം അംഗീകരിച്ച പത്മഭൂഷൺ ഡോക്ടർ കെ.എസ്. ചിത്രയ്ക്കാണ് ഞങ്ങൾ ഈ ദേശീയ അവാർഡ് കൊടുക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല ഒട്ടേറെ ഭാഷകളിൽ പാട്ട് പാടിയിട്ട് ഗായികയാണ് കെ.എസ്. ചിത്ര. ഈ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരെ അവാർഡ് നൽകി ആദരിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. കെ.എസ്. ചിത്രയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് കേരള സംഗീത അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവരാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ചിത്രയുടെ ഒരുപാട് പാട്ടുകൾ, മനോഹരങ്ങളായ പാട്ടുകൾ ദൃശ്യവൽക്കരിച്ച മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ കമലാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ഇതേ യോഗത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ 40 വർഷം സംഗീത രംഗത്ത് പിന്നിടുന്ന 1986 അദ്ദേഹം തുടങ്ങുന്നത്. 40 വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന, ഇപ്പോഴും പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻ സിതാരയെ ആദരിക്കുന്നു. ആ ചടങ്ങിൽ സംഗീത സംവിധായകൻ ഔസേപ്പ് ബച്ചൻ, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയ സംഗീത സംവിധാന രംഗത്തെ തൃശ്ശൂരിന്റെ പ്രഗത്ഭ അണിനിരക്കും. അതിനുശേഷം ചിത്രപാടിയ ഗാനങ്ങളും മോഹൻ സിതാരയുടെ മറ്റ ഗാനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു സംഗീത സന്ധ്യ ഒരുക്കിയിട്ടുണ്ട്. പരിപാടി നടക്കുന്നത് വെഡിങ് വില്ലേജ്, നമ്മുടെ കുന്നംകുളം പുഴയ്ക്കൽ ഹൈവേയിലുള്ള വെഡിങ് വില്ലേജിൽ വെച്ചാണ് അവാർഡ് സമർപ്പണവും സംഗീത സന്ധ്യ നടക്കുന്നത്. സംഗീത രംഗത്തുള്ള ഒട്ടനവധി പ്രതിഭകളെ തൃശ്ശൂരിൽ നമ്മുടെ അംഗങ്ങൾക്കും തൃശ്ശൂർക്കാർക്കും നേരിട്ട് പരിചയപ്പെടുത്തുക, അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് എല്ലാവർക്കും ആഹ്ലാദകരമായ കാര്യമാണ്. പി ജയചന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ള മലയാളികളുടെ ഹൃദയത്തിൽ ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച് അവരെ നമ്മൾ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും ബഹുമാന്യരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ പാടുന്നവർ ചലച്ചിത്ര പിന്നണി ഗായകരായിട്ടുള്ള കെ നിഷ, രവിശങ്കർ, ഇടപ്പണ വിശ്വനാഥ്, റീന മുരളി, ഇന്ദുലേഖ വാര്യർ, സംയുക്ത മോഹൻകുമാർ. ഈ സംയുക്ത മോഹൻകുമാർ ഞങ്ങളുടെ അംഗങ്ങളായ പാട്ടുകാരാണ്. ഇതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ സംഗീത അറേഞ്ചറായിട്ടുള്ള MD പോളി. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മൊത്തം ഒരു ആനന്ദം. ഇതോടൊപ്പം തന്നെ പ്രദീപ് നന്മാറ, അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ വൈസ് പ്രസിഡന്റ്, വലിയ സംഗീത പ്രേമിയായിട്ടുള്ള പ്രദീപ് നന്മാറയെ ഞങ്ങൾ ആദരിക്കുകയാണ്. അപ്പോ
പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയ്ക്ക് ഗീതം സംഗീതം ദേശീയ പുരസ്കാരം. സംഗീത സംവിധായകൻ മോഹൻ സിതാരയ്ക്ക് 40 വർഷത്തിന്റെ ആദരം. പ്രദീപ് നെന്മാറയ്ക്കും ആദരം. ഇതാണ് മൊത്തത്തിലുള്ള ഈ പരിപാടി. ബാക്കി സെക്രട്ടറി സുകുമാരൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. കഴിഞ്ഞ വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ഈ പത്രസമ്മേളനത്തിന് ധാരാളം വന്നിട്ടുണ്ട്. ഓരോ പരിപാടിയും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷം ഇപ്പൊ ഈ 2ാമത്തെ ദേശീയ അവാർഡ്, ഗീതം സംഗീതം വർഷ ദേശീയ അവാർഡ്, 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ഈ അവാർഡ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയരാജ് പറഞ്ഞ പോലെ പിന്നണി ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിത്രഗീതം സംഗീതം എന്നുള്ള ഒരു സംഗീത വിരുന്ന്. മോഹൻ സിതാരയ്ക്ക് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തേക്ക് ഇറങ്ങിയതിന്റെ 40ാം വാർഷികം. മോഹനരാഗങ്ങൾ എന്നാണ് ചിത്രഗീതം, സംഗീതം മോഹനരാഗങ്ങൾ, മോഹൻ സിതാരയുടെ പാട്ടുകളും. അങ്ങനെ നല്ലൊരു സംഗീത വിരുന്നായിരിക്കും നമ്മൾ ഈ ഒരുക്കുന്നത് വെഡിങ് വില്ലേജിൽ, അയ്യന്തോൾ പഞ്ചികയിലുള്ള വെഡിങ് വില്ലേജിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവരും വരിക. എല്ലാ ദേശീയ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം എന്ന് നമുക്ക് അറിയിക്കും. ചിത്രയുടെ പാട്ട് പറയാൻ പറ്റില്ല പുള്ളി, കാരണം അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ മാത്രമായിട്ടുള്ള സംഗീത പരിപാടിയല്ലല്ലോ. അവാർഡ് നൽകി നമ്മളിപ്പോ ജയനെ ആദരിച്ചപ്പോഴും അദ്ദേഹം 2 പാട്ടേ പാടിയുള്ളൂ. അറിയില്ല അവരെങ്ങനെയാണ് പാടാതിരിക്കില്ല. എത്ര പാട്ട് പാടുന്ന കാര്യത്തിൽ സംശയം. അത് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാനും പറ്റില്ല. നമ്മള് ഒരു ഗായിക ആദരിക്കുമ്പോൾ എത്ര പാട്ടുകൾ പാടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആ ഒരു സമയത്ത് വർഷ എന്ന് പറയുന്നൊരു അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളുടെ ട്രഷറർക്ക് ആ ഫേമുമായിട്ട് അടുത്ത് ബന്ധമുള്ളതാണ്. ഗീത സംഗീതം വർഷ ദേശീയ അവാർഡാണ്. അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. വർഷ അവാർഡ് അത് വേറെ സംഘടനയാണ്. സുരേന്ദ്രനുള്ള അത് മധു സത്യവർമ്മ എന്ന് പറഞ്ഞൊരാളുണ്ട്. അത് വേറെ. ഇത് അല്ല, മധു ഇതിലുണ്ട്. മധു ഇതിലുള്ള ആളാണ് നമ്മുടെ നമ്മൾ ഇതിനോടകം ഏകദേശം തൃശ്ശൂർ തന്നെ ഒരു 200 ചില്ലാനം ഗായകരെ തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ട് കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാടാനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുകയും അതിൽ നിന്ന് തന്നെ ഒരുപാട് പേര് സംഗീത രംഗത്തേക്ക് കടന്നു വരികയും. അതൊരു വലിയ അഭിമാനമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പ്രവേശനം പാസുമൂലമാണ്. പാസുമൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗങ്ങൾ തന്നെ ഒരു 500 പേരുണ്ടാവും. അപ്പോ എത്ര പേര് വരുന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റീജിയണൽ തിയേറ്ററിൽ ഈ പരിപാടി അവിടെ നടത്താറ്. കാരണം അവിടെ ലിമിറ്റഡ് ആണ്, പരിമിതിയുള്ള സ്ഥലമാണ്. 500 ചില്ലാനും 600ന്റെ അടുത്ത് സീറ്റ്. സ്ഥലം പുറത്തൊക്കെ സ്ക്രീനൊക്കെ വെച്ചിട്ട് നടത്താറ്. ഇവിടെ ഒരു 1000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 400ഓളം അംഗങ്ങൾ ഇൻറ്റു 2. അല്ല, പാട്ട് സംഘം എന്ന് പറഞ്ഞാൽ ഇത് ആസ്വാദകരുടെ കൂട്ടായ്മയിൽ നിന്ന് പാട്ടുകാരുണ്ടായി വരികയാണ്. അപ്പൊ പാട്ടുകാർ ഒരു 150-200 പേരുണ്ടാവും. ബാക്കിയൊക്കെ അംഗങ്ങളാണ്, ആസ്വാദകർ, ചെറുപ്പക്കാരാണ്. അതിൽ പറഞ്ഞ കുട്ടികളാണ്. ഇതിൽ പല കുട്ടികൾ. സംയുക്ത സുരേഷ് എന്ന് പറഞ്ഞ കുട്ടികളാണ്. മോഹൻകുമാർ അയ്യറാണ്. ഇന്ദുലേഖയും ഒരു പരിധിവരെ ഇതിൽ പാടി തുടങ്ങി. സിനിമയിൽ പാടിയ സമയത്ത് പാടി തുടങ്ങിയതാണ്. അല്ല, മീറ്റിംഗ് 4:30, 5:30 കൂടി 1 മണിക്കൂർ അതാ പറയാൻ പറ്റില്ല. ഈ മീറ്റിംഗിന്റെ ഒരു ലെങ്ത് എങ്ങനെ പോകും നമുക്ക് വരെ ഉണ്ടാവും. 10-40ഓളം പാട്ടുകൾ ഉണ്ടാവും. എന്തായാലും ചിത്രയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടിയിൽ അവരുടെ കുറച്ച് പാട്ടുകളുണ്ടാവും. മോഹൻ സിതാരയുടെ പാട്ടുകളുണ്ടാവും. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് നമ്മൾ അന്നേ പറയുള്ളൂ. വേറൊരു കുറച്ച് പാട്ടുകൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
അത് അവിടെ ഇരുന്നോട്ടെ, അല്ലേ, രഹസ്യമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസ്സിന് വേണ്ടി ഞങ്ങൾ അവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കും. ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ വരാം. അതെ, ഗീത സംഗീതത്തിനെ എത്രയും പ്രശസ്തിയാക്കിയത് നിങ്ങളാണ്. അപ്പൊ അതിന് പ്രത്യേക നന്ദിയുണ്ട്. 10 വർഷം പിന്നിടുമ്പോഴും ഗീത സംഗീതത്തെ ഞങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശസ്തിയാക്കുന്നത് നിങ്ങളുടെ പത്രങ്ങളുടെ ഈ ദൃശ്യമാധ്യമങ്ങളാണ്. എല്ലാവരും വലിയ ഭംഗിയായിട്ട് വിജയിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് ഈ ബൈഫോക്കേറ്റ് മാറ്റാൻ നമുക്ക് റിജക്റ്റ് പറ്റാറില്ല. ഇതാകുമ്പോൾ നമുക്ക് ശരിക്കും ഫെൻസിങ് എന്തെങ്കിലും കൊടുത്തിട്ടേ ചീഫ് ഗസ്റ്റുകൾക്ക് അങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റും. റിജക്റ്റ് നടക്കാറില്ല. പലരും സീറ്റ് കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മളവിടേക്ക് മാറ്റാൻ ഇതായത്. അല്ല, അവിടെ 4 ലക്ഷത്തിലധികം രൂപ കൊടുക്കും. 4 ലക്ഷം മിനിമം. 4 ലക്ഷം മിനിമമാണ്. ടൗൺ ഹാളില് സീറ്റിംഗ് ഇരിക്കാൻ പറ്റില്ല. മീൻസ് ആ ഒരു ബെഞ്ച് പോലത്തെ ഒരു സാധനമാണ്. നമ്മളിപ്പോ ഇരുന്ന് കേൾക്കാൻ. അപ്പോ അങ്ങനെ ഒരു അഭാവമുണ്ട്. അപ്പോ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങള് അത് ആവശ്യപ്പെട്ടതാണ്. അതായത് നമ്മുടെ സൂ മൃഗശാല ഇവിടെ നിന്ന് മാറിയ സ്ഥലത്തെ ഒരു സാംസ്കാരിക സമുച്ചയമാക്കി മാറ്റുകയും അവിടെ 1000-2000 പേർക്ക് ഇരുന്നുകൊണ്ട് കലാവിരുന്ന് മാത്രമല്ല സംഗീത പരിപാടി ഒരു ഓഡിറ്റോറിയം അവിടെ ചെയ്തു തരാൻ സാധിക്കുന്ന തരത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടതാണ്. ഈ പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ധാരാളമായും പരിപാടി നടക്കും. നോട്ട് ഓൺലി മ്യൂസിക് പ്രോഗ്രാം, തിയേറ്റർ ആക്ടിവിറ്റീസ്, വലിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കണം. എന്ത് തന്നെയായാലും അത് നന്നായിരിക്കും. തൃശ്ശൂര് ധാരാളം ആളുകൾ ഇത്തരം പരിപാടികൾക്ക് വരുന്നതാണ്. നമ്മളെല്ലാ ജില്ലയിലും പോകുന്ന ആളായതുകൊണ്ട് കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പരിപാടി നടക്കുന്നത്. നമുക്കിവിടെ നിശാഗന്ധി പോലെ ഒരു ഓഡിറ്റോറിയം ഇല്ല. ഓപ്പൺ മതി, അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മറക്കാമല്ലോ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ഇനി